ചാരുകേശിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി. ഇന്ന് ഞാൻ പറഞ്ഞു ഷൂട്ടിങ് എപ്പോഴും മഞ്ചേരി കരിക്കാട് ഗ്രാമത്തിൽ നിന്നാണ്. പക്ഷേ തിരുവാതിരയ്ക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ടെങ്കിലും എല്ലാ ദിക്കിലും ഉണ്ട്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത്ര തന്നെയുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ അച്ഛൻ പെങ്ങളെ എറണാകുളത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് അവിടെയുള്ള തിരുവാതിര ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത പലതും അവിടെ ഉണ്ട്, അവിടെ ഇല്ലാത്ത പലതും ഇവിടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ഈ എട്ടങ്ങാടി എന്നുള്ള ഒരു പ്രയോഗം ഞങ്ങൾ കേൾക്കുന്നത് തന്നെ ആ എറണാകുളം ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ്. അപ്പം ഇവിടെ ഇല്ല, ഈ കരിക്കാട്ട് ഗ്രാമത്തിൽ ഈ എട്ടങ്ങാടി എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞങ്ങൾ ഇവിടെ ഈ പേരക്കുട്ടികൾക്കൊക്കെ ഒന്ന് എട്ടങ്ങാടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് അനിയൻ കല്യാണം കഴിച്ചു വന്നിട്ട് പുലിയന്നൂരിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് അത് നല്ല പരിചയമുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ മരുമകളെ ഹരിപ്രിയ, അവർക്കും നന്നായിട്ട് ഇത് ചെയ്യാനറിയാം. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇന്ന് എട്ടങ്ങാടി എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരും. തിരുവാതിര ഉറക്കൊഴിച്ചിലിൻ്റെ തലേ ദിവസം എട്ടങ്ങാടി എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ട്. ആ എട്ടങ്ങാടി ചുടലാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കായയും കിഴങ്ങുകളും കായയും നമ്മൾ നെടുമങ്കല്ലുള്ള സ്ത്രീകളെല്ലാവരും കൂടി ഉച്ചയ്ക്ക് ശേഷം ഊണൊക്കെ കഴിഞ്ഞ് മൂന്നും കൂട്ടി ഇത് വിളക്കൊക്കെ കൊളുത്തി അടുപ്പിൽ ചുടും. എന്നിട്ട് ഇതാണ് അന്ന് എട്ടങ്ങാടിയായിട്ട് നമ്മൾ വൈകുന്നേരം ഭഗവാനെ നേദിച്ച് എല്ലാവരും കൂടി ഇരുന്ന് അത് ഭഗവാന്റെ മുന്നിലിരുന്ന് സേവിക്കുക എന്നുള്ളൊരു ചടങ്ങാണിത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിപ്പോൾ ഓരോ ഭാഗമായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്. ഇത് ഓരോരുത്തരും എടുത്ത് കൊണ്ടുപോയി അടുപ്പിൽ ചുടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചുട്ട കിഴങ്ങൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നുറുക്കിയതാണ് ഇപ്പോൾ ഇത്. ഇനി ഇത് നമ്മൾ എട്ടങ്ങാടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ആദ്യം ഈ ഉരുളിയിലേക്ക് ഇത് പയറും മുതിരയും കൂടി വറുത്തതാണ്. വെറുതെ ഡ്രൈ ആയിട്ട് നമ്മൾ സാധാരണ വറക്കണ പോലെ തന്നെ വറുക്കുക. അതും ഇതിലേക്ക് ചേർക്കും. ഇത് നേന്ത്രപ്പഴം, നാളികേരം ചിരകിയത്, ശർക്കര ചീകിയിടാം. അതിപ്പോൾ ഉരുക്കി വെച്ചതാണ്, പാവ് കാച്ചിയതാണ്. അതിലേക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഇളക്കി നോക്കാം. കുറച്ചുകൂടി ഒഴിക്കാമോ? ഇനി ഇപ്പോൾ ഇത് റെഡിയായി, എട്ടങ്ങാടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം ആണ് നമ്മളിത് ഭഗവാന് നേദിക്കും. അപ്പോൾ നേദിക്കുമ്പോൾ നമ്മൾ കരിക്കൊക്കെ പൊട്ടിച്ച് എല്ലാവരും കഴിക്കുകയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കരിക്ക് പൊട്ടിക്കുമ്പോൾ നേദിച്ച കരിക്കും ഇതിലേക്കും കുറച്ച് പൊട്ടിച്ചൊഴിച്ച് എല്ലാവർക്കും കൊടുത്ത് നമ്മൾ ആരാധിച്ച്, ഭഗവാനും ആരാധിച്ച്, ഭൂമിദേവിക്കും ആകാശത്തിനൊക്കെ നമ്മൾ ആരാധിച്ച് നമ്മളും സേവിക്കും. ഇങ്ങനെയാണ് എട്ടങ്ങാടിയുടെ. പ്രിയയും ശ്രീജിയും കൂടി വളരെ ഭംഗിയായിട്ട് എട്ടങ്ങാടി ഉണ്ടാക്കി. നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ
എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി, നമസ്കാരം.